ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് തന്നെ ആവട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിലൊക്കെ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമുക്ക് എന്തെല്ലാം ഇല്ല എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് എന്തെല്ലാം ഉണ്ട്, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, നമുക്ക് എന്തെല്ലാം ലഭിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് സമാധാനം കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമാധാനം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും അസ്വസ്ഥമാവില്ല. നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവില്ല. പോരാത്തതിന് നമുക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയും നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്തിനെക്കുറിച്ചാണോ നമ്മൾ കൂടുതൽ ചിന്തിച്ച് വറീഡാവുന്നത്, അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മൾ എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, അതിൽ നന്ദിയുള്ളവരായിരിക്കുക. അതാണ് ഏറ്റവും വേണ്ട ഒരു കാര്യം. ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതെന്തൊക്കെ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഏറ്റവും നല്ലത്. ഉള്ളതിനെക്കുറിച്ച് കൂടുതൽ എനിക്കത് ഉണ്ടല്ലോ, നമ്മുടെ കഴിവുകൾ തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. നമുക്ക് എല്ലാവരിലും ഒരു കഴിവൊന്നാവില്ലല്ലോ, പലർക്കും പല കഴിവുകളാവും ഉണ്ടാവുക. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കഴിവും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുറേ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മാത്രമാണ് അറിയാം. മറ്റൊരാൾ ഒരിക്കലും നിന്നെക്കൊണ്ടത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഉന്മേഷവാനാവും എന്നല്ലാതെ ഒരിക്കലും അവർ പറഞ്ഞു വിചാരിച്ചിട്ട് നമുക്കതുപോലെ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് അറിയാം. എന്തെല്ലാം കഴിവുകളാണ് നമ്മളിലുള്ളത്, നമുക്ക് എങ്ങനെയൊക്കെ അത് ഉയർത്തിക്കൊണ്ടുവരാം, നല്ല കാര്യത്തിലേക്ക് എത്തിക്കാം എന്നൊക്കെ നമുക്ക് മാത്രമാണ് അറിയാം. പലരും നമ്മളെ കാണുമ്പോൾ നിന്നെക്കൊണ്ട് അത് പറ്റും, ഇത് പറ്റും എന്നൊക്കെ പറയും. അപ്പം നമ്മൾ പൊതുവെ ഒന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നിന്നും വരണം നമുക്കത് ചെയ്യാൻ പറ്റും, അതിനുള്ള തൻ്റെ ഇടവും പ്രാപ്തിയും ഊർജ്ജവും കഴിവും ഒക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാതെ ആരെന്ത് പറഞ്ഞാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ആ കാര്യം സക്സസ് ആക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടമാവുന്നത് എന്നുള്ളത് കൂടി എല്ലാവരും ഓർക്കണം. നമ്മൾ ഓരോ പ്രവൃത്തിയും ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ആ പ്രവൃത്തി അത് സമയങ്ങളിൽ നടന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ആ സമയത്ത് നടക്കേണ്ട കാര്യമാണത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഒരിക്കലും അത് പിന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഈ സമയം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവില്ല. സമയം അതിൻ്റെ വഴിക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ ആ പ്രവൃത്തി അവിടെ കിടക്കും ചെയ്യും. അപ്പോൾ സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് അതാത് സമയങ്ങളിൽ ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ പ്രവൃത്തിയാണ് ബാക്കിലോട്ടും, സമയം അതിൻ്റെ വഴിക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല, പിന്നീട് അതൊരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. പിന്നീട് ആവാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്ന പല കാര്യങ്ങളും സമയത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് കാര്യമില്ല. സമയം അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും, നമ്മുടെ കാര്യങ്ങൾ ഇവിടെ കിടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അതാത് സമയങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ലൈഫിലൊക്കെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ മാറ്റിവെക്കലുകളാണ്. നമ്മൾ വിചാരിക്കും ഇനിയുണ്ടല്ലോ അത് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ നാളെ ചെയ്യാലോ, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യത്തിനും മാറ്റി വെച്ചു പോകും. പക്ഷേ അത് അപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അപ്പം തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. അപ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നാളെ മറ്റന്നാളെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ എന്താണ്, ചിലപ്പോൾ നമുക്ക് ആ ഒരു കാര്യം അപ്പം പിന്നീട് ചെയ്താൽ അതിനുള്ള ഒരു റിസൾട്ട് നമ്മൾ ആ ഫസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതുപോലെ ആവില്ല. അതപ്പം ചെയ്യേണ്ട ഒരു കാര്യം ആയിരുന്നു എന്നുള്ളത് പിന്നീട് തോന്നിയിട്ടും കാര്യമില്ല. അപ്പം എല്ലാവരും സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. നമ്മുടെ പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് സക്സസ് ഉള്ള ഒരു ലൈഫും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സക്സസ് ആക്കി എടുക്കാനും പറ്റുള്ളൂ.
നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എത്ര കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ മുന്നോട്ട് പോയാലും നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ ചുവടുകൾ പഴയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച കാര്യം അത്ര സക്സസ് ആക്കി എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര കണക്ക് കൂട്ടലൊക്കെ നടത്തിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷേ ആ ഒരു രൂപത്തിലൊന്നും ആയിരിക്കില്ല നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമ്മൾ കൂട്ടുന്ന പല കണക്കുകളും പഴയ്ക്കാറുണ്ട് എന്നുള്ളത് വലിയൊരു നഗ്നസത്യം കേട്ടോ. ലൈഫിൽ നമ്മൾ പല കണക്ക് കൂട്ടലുകളും നടത്തും. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അത് ചെയ്യുമ്പോഴായിരിക്കും നല്ലത്, ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നല്ലത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കണക്ക് കൂട്ടലുകൾ നടത്തും. പക്ഷേ ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ ഒരിക്കലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ല. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കയറി വന്നിട്ട് നമ്മുടെ പ്ലാൻ ആകെ തകരുന്ന ഒരവസ്ഥ തന്നെയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ നടന്നിട്ടുണ്ടാവുള്ളൂ. നമ്മൾ തൊട്ടടുത്ത നിമിഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് ഇരുന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു അവസരമോ സന്ദർഭം നമുക്ക് വരാതെ പോവാറുണ്ട്. പലരുടെയും ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. നമ്മൾ പലരും വല്ലതും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കാൽക്കുലേഷനും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഒരു കാൽക്കുലേഷനും നടത്താതിരിക്കുമ്പോൾ ഒട്ടും ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ്. കുറച്ചൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വഴിക്കൊക്കെ വന്നുകൂടായികയില്ല. പക്ഷെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, വരുന്നിടത്ത് കാണാം എന്നുള്ള ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കാൽക്കുലേഷനും സക്സസ് ആവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചിലതൊക്കെ പാളിപ്പോവാം. പക്ഷെ അത്തരം പാളിച്ചകളിലൊന്നും നമ്മൾ പതറാതിരിക്കുകയാണ് വേണ്ടത്. പാളിച്ചകളൊക്കെ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും സംഭവിക്കും. പക്ഷെ നമ്മൾ പതറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ജീവിതത്തിലൊക്കെ പ്രത്യേകിച്ചും അതെട്ടോ, ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പലരും അതിന് എന്ത് ചെയ്യണം എന്നറിയാതെ പതറിപ്പോവുകയാണ് ചെയ്യുക. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിൽ ചെയ്തെടുക്കാനോ ഒന്നും പലരെ കൊണ്ടും സാധിക്കാറില്ല. പലപ്പോഴും എല്ലാവരും ഈ ലൈഫിലാണ് പരാജയം ഏറ്റുവാങ്ങാറുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തതിന് പഴിക്കാൻ നമ്മുടെ കുടുംബത്തിലായാലും ബന്ധത്തിലായാലും നമ്മുടെ ഇടയിലായാലും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മളൊന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ഒരാളും ഉണ്ടാവില്ല. ഇതൊക്കെ പലരുടെയും ലൈഫിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം കാണിച്ചാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാനും അതിനെ പരമാവധി നമ്മളെ തളർത്താനും തകർക്കാനൊക്കെ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് കരകയറ്റി നമ്മൾക്കൊരു ആശ്വാസം തരാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാനൊന്നും ഒരാളും ഉണ്ടാവില്ല. തെറ്റ് പറ്റുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളെ കൂടെ നിർത്താൻ ആരും ഉണ്ടാവില്ല. നമുക്കെല്ലാം നല്ലതാണ്, എല്ലാം നമ്മൾ സക്സസ് ആക്കി എടുത്ത കാലമാണ്, അല്ലെങ്കിൽ നമുക്കെല്ലാം വിജയമാണ്, നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും. നമ്മൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്താൻ ഒരാളും ഉണ്ടാവില്ല. നമ്മളെ കുറ്റപ്പെടുത്താനും നിരുത്സാഹപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും മനപ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കാനും ഒക്കെ നമ്മുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ടാവും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ അത്തരം പ്രവൃത്തി ചെയ്ത് നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവുക. നമ്മൾ പലരും മുന്നേയൊക്കെ നമ്മളോടൊപ്പം നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇവർ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരിക്കലും നമ്മൾ ഒരാളെയും കണ്ടിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് വിചാരിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒട്ടും മനസ്സിൽ ചിന്തിക്കാത്ത ആരെങ്കിലും ആയിരിക്കും നമ്മുടെ കഷ്ടകാലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മളോട് എന്നും ചേർന്നുണ്ടാവും എന്നുള്ളത് ഒരു കാര്യത്തിലും ഒരു കാരണവശാലും ഒരാളും ചിന്തിക്കരുത്. ആരെയും കണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് മുന്നോട്ട് നടക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്യരുത്. സ്നേഹബന്ധങ്ങളിലായാലും ഫ്രണ്ട്ഷിപ്പ് ഏത് റിലേഷനിലാണെങ്കിലും നമ്മൾ പലപ്പോഴും എന്താണ് അവരെന്നെ അങ്ങനെ ചെയ്യും, അവരോട് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ അവരിത് ചെയ്തു തരും എന്നൊക്കെയുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരാളും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ കഷ്ടകാലത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു തുണയാവാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങാവാനും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. ലൈഫാണ്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അതിൻ്റെ ഗതി എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്.
നമ്മൾ എന്തൊക്കെ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാലും ചിലപ്പോൾ അതൊക്കെ അപ്പാടെ താളം തെറ്റുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ വേണ്ട എന്താണ്, നമുക്കൊരു കരുത്ത് അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു ഉറപ്പാണ് വേണ്ടത്. എന്ത് സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടും, എങ്ങനെ ആയാലും ഞാനത് മുന്നോട്ട് പോകും. ഏതൊരു തളർച്ച വന്നാലും അതിനൊരു ഉയർച്ചയുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ജീവിതത്തിൽ പല കൂടുതലും തളർച്ചകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ഉയർച്ചയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് ഉയർച്ച കിട്ടിയാലും ചിലപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന് വീണ്ടും നമ്മൾ തളർച്ചയ്ക്ക് തന്നെയാവും എത്തുന്നുണ്ടാവുക. പലപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയും ചെയ്യുക. സക്സസ് ഒക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ പരമാവധി ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാരണം അത് അപ്പാടെ താളം തെറ്റുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. നമ്മൾ എങ്ങനെയാണ് അവിടേക്ക് പടിപടിയായി എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം, ആ ഓരോ പടിയും നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മയിൽ വേണം. നമ്മൾ ആ പടികളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഉയരം കീഴടക്കി ഉയരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ വന്ന പടികളെക്കുറിച്ചൊക്കെ നന്നായിട്ട് ഒന്ന് മനസ്സിരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. അതൊന്നും ചിന്തിക്കാതെ ഉയരങ്ങളിലെത്തി അവിടെ നിന്നൊന്ന് തിരിഞ്ഞു നോക്കി താഴേക്ക് തലകുത്തനെ വീഴാനുള്ള ചാൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം അതാണ്. എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് ഓരോ സക്സസ്സും ഉണ്ടാക്കിയെടുത്തത്, അത് നമ്മുടെ ലൈഫിൽ എത്രമാത്രം നമുക്ക് വിജയം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രമാണ് നമുക്കത് കരുത്തേക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് നമുക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫും അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം നിലനിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.